നമസ്കാരം. കൈറ്റ് ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. പന്നിപ്പാറ ഗവൺമെന്റ് ഹൈസ്കൂളിൽ ഇന്ന് സ്കൂൾ പാർലമെന്റ് ഇലക്ഷൻ. ഇന്ന് നമ്മുടെ സ്കൂൾ ഒരു ജനാധിപത്യ ആവേശത്തിന്റെ ആഘോഷത്തിലാണ്. 2025-26 അധ്യയന വർഷത്തിലെ സ്കൂൾ പാർലമെന്റ് ഇലക്ഷൻ ആണ് ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നാളത്തെ പൗരന്മാരായ ഓരോ വിദ്യാർത്ഥികളും തങ്ങളുടെ സമ്മതിദായകം ഏർപ്പെടുത്തുന്ന കാഴ്ചയാണ് നമ്മൾക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഈ ഓരോ വാർത്തകളും ഒപ്പിയെടുക്കാൻ ലിറ്റിൽ ഗൈഡ്സിന്റെ ടീം അംഗങ്ങൾ ഇവിടെയുണ്ട്. ഇത്തവണ സ്കൂൾ തെരഞ്ഞെടുപ്പ് പൂർണ്ണമായും ഹൈടെക് സംവിധാനങ്ങൾ ഉപയോഗിച്ചാണ് നടക്കുന്നത് എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. കൈറ്റിന്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ പ്രത്യേക സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലൂടെയാണ് വിദ്യാർത്ഥികൾ തങ്ങളുടെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തിയിട്ടുള്ളത്. വിദ്യാർത്ഥികളാണ് ഈ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ഒരു സ്ഥാനാർത്ഥിയാണല്ലോ. നിങ്ങൾ ജയിച്ചു കഴിഞ്ഞാൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഈ സ്കൂളിന് വേണ്ടി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഇതൊരു തെരഞ്ഞെടുപ്പ് പ്രക്രിയയാണല്ലോ. അപ്പോൾ ഇവിടെ തോൽക്കാനും ചാൻസ് ഉണ്ട്, ജയിക്കാനും ചാൻസ് ഉണ്ട്. എന്തായാലും ഞാൻ അത് അഭിമാനത്തോടെ സ്വീകരിക്കും. പിന്നെ ജയിച്ചു കഴിഞ്ഞാൽ എന്നെ കൊണ്ട് കഴിയണ വിധം ഞാൻ സ്കൂളിന് വേണ്ടിയിട്ട് ചെയ്യും. സ്കൂളിൻ്റെ ശുചിത്വം ഉറപ്പാക്കുന്നതിലും അതുപോലെ തന്നെ നമ്മുടെ സ്കൂളിൻ്റെ ലൈബ്രറി കൂടുതൽ മെച്ചപ്പെടുത്തുന്ന കാര്യങ്ങളും അതുപോലെ നമ്മുടെ സ്കൂളിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും പലതരം ആവശ്യങ്ങളുണ്ടാവും. അത് എന്നെ കൊണ്ട് കഴിയണ രീതിക്ക് ഞാൻ അവർക്ക് വേണ്ടിയിട്ട് പരിഹരിച്ചു കൊടുക്കും. അപ്പോൾ ജയിപ്പിച്ചു തരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. JRC-കളാണല്ലോ ഇന്നത്തെ തെരഞ്ഞെടുപ്പിന് ഡിസിപ്ലിൻ എല്ലാം നോക്കുന്നത്. ഒരു JRC പ്രതിനിധി എന്ന നിലയ്ക്ക് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ഇത് നല്ലൊരു അനുഭവമാണ്. യഥാർത്ഥ ഇലക്ഷൻ നടക്കുന്നത് പോലെ തന്നെയാണ് ഇത് നടക്കുന്നത്. ഇത് നല്ല സ്മൂത്ത് ആയിട്ടാണ് നടക്കുന്നത്. എല്ലാം അടിപൊളിയാണ്. താങ്കൾ സ്പോർട്സ് ലീഡർ ആണല്ലോ മത്സരിക്കുന്നത്. ജയിച്ചു കഴിഞ്ഞാൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഈ സ്കൂളിന് വേണ്ടി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? സ്പോർട്സിന്റെ മികവിന് വേണ്ടിയിട്ട് നമ്മൾ സ്കൂൾക്ക് വേണ്ടി പുതിയ പ്രവർത്തനങ്ങൾ കൊണ്ടുവരും. സ്കൂളിൽ ഒരു പുതിയ സ്പോർട്സ് ക്ലബ്ബ് സ്ഥാപിക്കാനുള്ള പ്ലാൻ ഉണ്ട്. പിന്നെ എല്ലാ കുട്ടികളോടൊപ്പം ഉണ്ടാവും എല്ലാ കാര്യത്തിലും, സ്പോർട്സ് ബന്ധപ്പെട്ട എല്ലാ കാര്യത്തിലും. വോട്ട് ചെയ്തോ? എന്തിന്റെ അടിസ്ഥാനത്തിലാണ് സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുത്തത്? നല്ല കഴിവുള്ള സ്കൂളിന്റെ നല്ലതിനു വേണ്ടി പ്രവർത്തിക്കുമെന്ന് ഉറപ്പുള്ള ആൾക്കാണ് ഞാൻ വോട്ട് ചെയ്തത്. അവരുടെ വാഗ്ദാനങ്ങൾ ഞാൻ ശ്രദ്ധിച്ചിരുന്നു. സ്കൂളിന്റെ നല്ലതിനു വേണ്ടി പ്രവർത്തിക്കുന്ന പഠന മികവും എല്ലാം കൊണ്ടുവരുന്ന യോഗ്യരായവർ വിജയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ വോട്ടിംഗ് സംവിധാനത്തെ കുറിച്ച് പറയാമോ? തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടി ഒരു പുതിയ അനുഭവമല്ലേ? അതെ, ഇത് ഒരു നല്ല അനുഭവമാണ്. ലിറ്റിൽ ഗൈഡ്സിൽ നിന്ന് ലഭിച്ച പരിശീലനം ഈ സോഫ്റ്റ്വെയർ പ്രവർത്തിപ്പിക്കാൻ വളരെ സുഖമാണ്. പിന്നെ ഇത് യഥാർത്ഥ വോട്ട് പോലെയാണ്. പിന്നെ എല്ലാ കുട്ടികൾക്കും സ്വന്തമായിട്ട് ചെയ്യാൻ കഴിയും. ഫാത്തിമ നൂറാക്കെ 54 വോട്ട്, മുഹമ്മദ് റിസാൻ MC 387 വോട്ട്, ഷിമിൽ ജാസ് K 730 വോട്ട്. തൊട്ടടുത്ത സ്ഥാനാർത്ഥിയേക്കാൾ 343 വോട്ട് ഭൂരിപക്ഷത്തിന് 730 വോട്ട് നേടി ഷിമിൽ ജാസ് K ഈ വർഷത്തെ സ്കൂൾ സ്പോർട്സ് ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. അഭിനന്ദനങ്ങൾ. ജനാധിപത്യത്തിന്റെ സൗന്ദര്യവും വിജയവും പരാജയവും ഉൾക്കൊണ്ട് അവർ തോളോട് തോൾ ചേർന്ന് ഈ വിജയം ആഘോഷിക്കുന്നു. പുതിയ സ്കൂൾ പാർലമെന്റിന് എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി. ഒരു തെരഞ്ഞെടുപ്പ് എങ്ങനെ മാതൃകാപരമായി നടത്താമെന്ന് പന്നിപ്പാറ ഗവൺമെന്റ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥികൾ നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നു. സൗഹൃദവും മത്സരവും ജനാധിപത്യ ബോധവും ഒരുപോലെ ഇഴചേർന്ന ഈ തെരഞ്ഞെടുപ്പ് കാഴ്ചകൾ വരും വർഷങ്ങളിലും വിദ്യാർത്ഥികൾക്ക് പ്രചോദനമാകുമെന്നുള്ളത് ഉറപ്പാണ്. ക്യാമറ ടീമിനൊപ്പം കൈറ്റ് റിപ്പോർട്ടർ ദിൽഷ. നന്ദി. ഇതോടെ പന്നിപ്പാറ ഗവൺമെന്റ് ഹൈസ്കൂളിലെ വാർത്താവിശേഷങ്ങൾ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.